നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാമ്പുകടിയേറ്റുള്ള മരണങ്ങൾ സംസ്ഥാനത്ത് വർദ്ധിക്കുന്നതിനിടയിൽ തന്നെ ഇപ്പോൾ തേളിന്റെ കുത്തേറ്റ് ചികിത്സയിലിരുന്ന ഒരു വിദ്യാർത്ഥി മരിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. പാലക്കാട് പുതുക്കോട് തച്ചനടി നസ്ലീം മുഹമ്മദ് ആണ് മരിച്ചത്. 18 വയസ്സ് മാത്രമാണ് ഈ ഒരു കുട്ടിക്ക് പ്രായം. മെയ് 6-നാണ് നസ്ലീമിന് കളിക്കുന്നതിനിടെ തേളിന്റെ കുത്തേറ്റത്. തുടർന്ന് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. ഇതിനിടെ വ്യാഴാഴ്ച രാത്രി 12-ന് അസ്വസ്ഥത അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. പിന്നീട് വീട്ടിൽ നടത്തിയ പരിശോധനയിൽ നസ്ലീം കിടന്നിരുന്ന റൂമിന് സമീപത്ത് നിന്ന് വെള്ളിക്കട്ടൻ ഇനത്തിൽപ്പെട്ട പാമ്പിനെ കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ പാമ്പ് കടിച്ചതിന്റെ ലക്ഷണമൊന്നും ശരീരത്തിൽ കണ്ടില്ലെന്നും ഇൻക്വസ്റ്റിന് ശേഷം പോലീസ് പറഞ്ഞിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടത്തിൽ ഹൃദയത്തിന്റെ ഭാഗത്ത് നീല നിറം കണ്ടെത്തിയിട്ടുണ്ട്. വിഷബാധയേറ്റാണ് മരണമെന്നാണ് സ്ഥിരീകരണം. പക്ഷേ അത് തേളിന്റെ കുത്തേറ്റുള്ള മരണമാണോ അതോ കട്ടിലിനടിയിൽ നിന്ന് പാമ്പിനെ കണ്ടെത്തിയ സ്ഥിതിക്ക് പാമ്പിന്റെ കടി ആ ശരീരത്തിൽ ഏതെങ്കിലും ഭാഗത്ത് കൊണ്ടിട്ടുണ്ടോ എന്നുള്ളത് കൂടി ഇനി സ്ഥിരീകരിക്കേണ്ടിയിരിക്കുന്നു. ആന്തരിക അവയവങ്ങളുടെ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ കൂടുതൽ വിവരങ്ങൾ വ്യക്തമാവുകയുള്ളൂ. ഈ അടുത്ത കാലത്തായിട്ട് കേരളത്തിൽ നമുക്കറിയാം കൊച്ചു കുട്ടികൾ വരെ പാമ്പ് കടിയേറ്റ് മരിക്കുന്ന വാർത്ത അധികമായി നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നു. അത് പലപ്പോഴും മുറിയിൽ നിന്നാണ്, കുട്ടികൾ കിടന്നുറങ്ങുന്ന മുറിയിൽ നിന്നാണ് ഇത്തരത്തിൽ പാമ്പ് കടി ഏൽക്കുന്നത്. ഏതായാലും തേള് കുത്തിയാലും എല്ലായ്പ്പോഴും മരണം സംഭവിക്കില്ല. ലോകത്തുള്ള ആയിരക്കണക്കിന് തേളുകളിൽ വളരെ കുറച്ച് ശതമാനം മാത്രമേ ജീവന് ഭീഷണിയായി വിഷമുള്ളവയുള്ളൂ. എങ്കിലും ചെറിയ കുട്ടികൾ, മുതിർന്നവർ, മറ്റു ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർ എന്നിവരിൽ ഇത് മാരകമാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ തേളിന്റെ വിഷം നാഡീവ്യൂഹത്തെയാണ് ബാധിക്കുന്നത്. അപകടകരമായ ലക്ഷണങ്ങൾ കുത്തേറ്റ ഭാഗത്ത് കഠിനമായ വേദന, മരവിപ്പ്, നീര്, ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട്, ഹൃദയമിടിപ്പ് കൂടുക, അമിതമായ വിയർപ്പ്, ഛർദി, പേശികളുടെ വലിവ് അല്ലെങ്കിൽ തളർച്ച. ഈ കുത്തേറ്റ ഭാഗം അനക്കാതെ സൂക്ഷിക്കുക. വൃത്തിയുള്ള വെള്ളവും സോപ്പും ഉപയോഗിച്ച് കഴുകുക. വേദന കുറയ്ക്കാൻ ഐസ് വെക്കാം. രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഒട്ടും സമയം കളയാതെ ഏറ്റവും അടുത്തുള്ള ആശുപത്രിയിലോ എമർജൻസി മെഡിക്കൽ സെന്ററിലോ എത്തിച്ച് ചികിത്സ തേടുക. ആന്റിവെനം ചികിത്സയിൽ ലഭ്യമാണ്. ഏതായാലും ഇവിടെ 18-കാരന് സംഭവിച്ചിരിക്കുന്നത് തേള് കുത്തേറ്റുള്ള മരണമാണോ അതോ കുട്ടിയുടെ കട്ടിലിനടിയിൽ നിന്ന് പാമ്പിനെ കണ്ടെത്തിയ സ്ഥിതിക്ക് പാമ്പ് കടിയേറ്റുള്ള മരണമാണോ സംഭവിച്ചിരിക്കുന്നത് എന്നതിൽ സ്ഥിരീകരണം വന്നിട്ടില്ല. ആന്തരിക അവയവങ്ങളുടെ പരിശോധനാ ഫലം വന്നതിന് ശേഷം മാത്രമായിരിക്കും ഈ കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരികയുള്ളൂ.